ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പഴം വറ്റുന്ന റെസിപ്പി ആയിട്ടാണ്. ഇത് അധികം എല്ലാവർക്കും അറിയാതിരിക്കാം. പഴം വറ്റുന്നത് നമ്മൾ ചക്കയൊക്കെ സാധാരണ വറ്റില്ല, അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് എടുക്കുന്നതാവും നല്ലത് ഏറ്റവും. പക്ഷെ ഇവിടെ നെയ്യിന്റെ ഫ്ലേവർ അധികം ആൾക്കും അതിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ശർക്കര കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ പഴം, ശർക്കര ഞാൻ കുറച്ചധികം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പഴം വറ്റിയതുകൊണ്ട് പായസം എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് മധുരം ചേർത്താൽ മതിയാവും. പിന്നെ കുറച്ച് നാളത്തേക്ക് ഈ വരട്ടിയത് ഇരിക്കും ചെയ്യും. അത് കാരണത്താണ് ഞാൻ കുറച്ച് അധികം മധുരം എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് തന്നെ നമുക്ക് ഈ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. വെള്ളത്തിലല്ല വേവിക്കുന്നത്, ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇഡ്ഡലി ചെമ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പഴങ്ങ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ 15 മിനിറ്റ് നേരമാണ് വേവിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് 15 മിനിറ്റ് നേരം പുഴുങ്ങിയെടുക്കാം. ഇത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഈ പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ശർക്കര ഒന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പൊ അത് ആ പഴമൊക്കെ നന്നായിട്ട് ഞാൻ തൊലിയൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളിത് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പുഴുങ്ങിയ പഴം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ കറുത്ത നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പൊ നമ്മളെ പഴത്തിന്റെ കറുത്ത നാരൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സർ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മളിതാ പുഴുങ്ങിയ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത്. ഇനി നമുക്കത് വരട്ടിയെടുക്കാം. ഇപ്പൊ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം അരച്ചതൊന്നും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര വറ്റിയതൊന്നും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കാം. നമ്മൾ രണ്ടും കൂടി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ തെറിക്കുണ്ടത്. ഇനി നമുക്ക് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ പഴം വരട്ടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇത് കേടുവരാതെ അങ്ങനെ ഉപയോഗിക്കാം. അതുകൊണ്ട് പായസവും അടയൊക്കെ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മളുടെ പഴം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.